സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്തി. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്തിയത്. കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PT സണ്ണി ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായിട്ടുള്ള സംഘടനകൾ അവരുടെ ശക്തി അതിനനുസരിച്ച് പ്രയോഗിക്കാതിരിക്കുകയും തികച്ചും സങ്കുചിതമായ രീതിയിലും അതോടൊപ്പം തന്നെ സെക്ടേറിയൻ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഭേദങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സംവിധാനം ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതനുസരിച്ച് ഡിമാൻഡുകൾ വയ്ക്കുന്നതിൽ മാറ്റങ്ങൾ വരുന്നു, അതിൽ ശക്തി കുറയ്ക്കുന്നു, ശക്തി കൂട്ടുന്നു. ഇത്തരം രീതിയിൽ ഒരു സംഘടനാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യതിചലനം ഉണ്ടാകുന്ന ഒരു സന്ദർഭം പലപ്പോഴായി ഉണ്ടായ ഘട്ടത്തിലാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കേണ്ടി വന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഈ രീതിയിൽ സൂചിപ്പിക്കുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം, കേരളത്തിലെ സ്റ്റേറ്റ് സർവീസ് പെൻഷൻകാർ സ്റ്റേറ്റ് സർവീസിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ 103 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും പെൻഷനായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ 5.25 ലക്ഷം ആളുകൾ പെൻഷൻ പറ്റിയ ആളുകളാണ്. സർവീസ് പെൻഷൻകാരാണ്, സ്റ്റേറ്റ് സർവീസ് പെൻഷൻകാരാണ്. അവർ 56 വയസ്സ് മുതൽ 100 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ആളുകളാണ്. സ്വാഭാവികമായും മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കേണ്ട പരിഗണന, വയോജനങ്ങൾ എന്ന രീതിയിൽ അവർക്ക് ലഭിക്കേണ്ട പരിഗണന എല്ലാം തന്നെ നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാൻ അർഹിക്കപ്പെട്ടവരാണ്. ജില്ലാ പ്രസിഡന്റ് KN ശിവദാസൻ അധ്യക്ഷനായി. PD അനിൽകുമാർ, രണദി വൈ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി സ്വാഗതവും KC അശോകൻ നന്ദിയും പറഞ്ഞു.